നമസ്കാരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ പീഡനാരോപണ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊടുവിൽ നിയമപരമായിട്ടുള്ള വിജയം കൈവരിച്ചിരിക്കുകയാണ്. നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 3 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പൂർണ്ണ സ്വതന്ത്രനാണ്. ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നെങ്കിലും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ ജയിലിൽ പോകേണ്ട സാഹചര്യം ഒഴിവാകുകയായിരുന്നു. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം അനുസരിച്ച് ഒരാൾക്കെതിരെ കുറ്റം ചുമത്തിയാൽ അത് തെളിയിക്കേണ്ട ബാധ്യത പൂർണ്ണമായിട്ടും പ്രോസിക്യൂഷനാണ്. രാഹുൽ കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കാൻ ആവശ്യമായ വസ്തുതകളോ തെളിവുകളോ പോലീസിൻ്റെ പക്കലില്ലെന്ന വാദമാണ് കോടതികളിൽ രാഹുലിന് അനുകൂലമായത്. കേവലം പരാതികളുടെ മാത്രം അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാനും ജയിലിൽ അടയ്ക്കാനും നീക്കമുണ്ടായെങ്കിലും നിയമപോരാട്ടത്തിലൂടെ തിരിച്ചുവരവ് നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. രാഹുലിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിവാഹിതയായിട്ടുള്ള പരാതിക്കാരിയെ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് വിധേയയാക്കി എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു ഈ കേസിന് ആധാരം. നേരത്തെ സെഷൻസ് കോടതി ഈ പരാതിയുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ജാമ്യം നിഷേധിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ കേസ് എത്തിയപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അത് നിയമപരമായിട്ട് നിലനിൽക്കില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഒളിവിലാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തിയെങ്കിലും ഹൈക്കോടതിയുടെ ഇടപെടൽ അതിന് തടസ്സമായി മാറി. ഇതിനിടയിൽ രണ്ടാമത്തെ പീഡന കേസിലും രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. മൂന്നാമതൊരു കേസ് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് 18 ദിവസം ജയിലിൽ അടച്ചെങ്കിലും അവിടെയും ജാമ്യം ലഭിച്ചതോടെ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയേറ്റു. ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യത്തിൽ കർശനമായിട്ടുള്ള ചില നിബന്ധനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 16-ാം തീയതി രാവിലെ 10 മണിക്ക് അന്വേഷണ സംഘത്തിന് മുൻപിൽ രാഹുൽ ഹാജരാകണം. തുടർച്ചയായിട്ട് 3 ദിവസം രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാവുന്നതാണ്. ഈ 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ പോലീസ് കസ്റ്റഡിയായി പരിഗണിക്കാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യമായ മെഡിക്കൽ പരിശോധനകൾ നടത്താനും പോലീസിന് അധികാരമുണ്ട്. എന്നാൽ നിശ്ചയിച്ച സമയം കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും രാഹുലിനെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാനായിട്ട് പാടില്ല. കൂടാതെ എല്ലാ 2-ാം ശനിയാഴ്ചയും 10-നും 11-നും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായി ഒപ്പിടണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സാക്ഷികളെയോ പരാതിക്കാരെയോ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, കോടതിയുടെ അനുമതിയില്ലാതെ കേരളം വിട്ടുപോകരുത് തുടങ്ങിയവയൊക്കെയാണ് മറ്റ് നിബന്ധനകൾ. സാധാരണ ഇത്തരം കേസുകളിൽ നൽകുന്ന 3 മാസത്തെ കാലാവധിയുള്ള നിബന്ധനകൾ മാത്രമാണിതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു സൈക്കോ ക്രിമിനലായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നുവെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ ആരോപിക്കുന്നത്. ബലാത്സംഗം, ശാരീരിക പീഡനം, ഗർഭഛിദ്രം തുടങ്ങിയ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയമായി തകർക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് പോലീസും ഈ കള്ളക്കഥകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുമാണ്. ഒരു പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ മതിയായ തെളിവുകളില്ലാതെ രാഹുലിനെ വേട്ടയാടുകയായിരുന്നുവെന്ന് കോടതി നടപടികൾ വ്യക്തമാക്കുന്നു. 1-ാമത്തെയും 3-ാമത്തെയും കേസുകളിൽ ബലാത്സംഗം നടന്നിട്ടില്ലെന്ന് കോടതികൾ പ്രാഥമികമായി തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞു. ഗർഭഛിദ്രത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പോലും നിയമപരമായിട്ട് നിലനിൽക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ രാഹുൽ ഏതാണ്ട് കുറ്റവിമുക്തനായ അവസ്ഥയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. നിയമ പോരാട്ടത്തിനൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വലിയൊരു യുദ്ധത്തിനും രാഹുൽ തയ്യാറെടുക്കുകയാണ്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർ ആരാണെന്നും ഈ കള്ളക്കഥകൾക്ക് പിന്നിൽ തിരക്കഥ തയ്യാറാക്കിയത് ആരെന്നും വെളിപ്പെടുത്താനുള്ള നീക്കങ്ങൾ അദ്ദേഹം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ആദ്യ ചുവടുവെപ്പായിട്ട് ചില മാധ്യമ അഭിമുഖങ്ങളിലൂടെ അദ്ദേഹം സൂചനകൾ നൽകിയിരുന്നു. വിവാഹിതയായിട്ടുള്ള സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് പരാതിപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതിയുടെ അർത്ഥശങ്കയില്ലാത്ത വിധിയും രാഹുലിന് ഏറെ തുണയായി മാറും. പീഡനാരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ കേസ് റദ്ദാക്കാനായിട്ട് അദ്ദേഹം ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനും അതുപോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് തന്നെ മുൻഗണന നൽകാനും പാർട്ടി നേതൃത്വം ആലോചിക്കുന്നുണ്ട്. രാഹുലിൻ്റെ തിരിച്ചുവരവ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ചില ചങ്കെടുപ്പുകൾക്ക് കാരണമായി മാറിയിട്ടുണ്ട്. രാഹുലിനെതിരായ ഗൂഢാലോചനയുടെ സൂത്രധാര എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന റിനി ആൻ ജോർജ് ഷാഫി പറമ്പിൽ MP-ക്ക് സോഷ്യൽ മീഡിയയിലൂടെ നൽകിയ ജന്മദിനാശംസകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ഷാഫിക്ക എന്ന സംബോധനയോടെയുള്ള ഈ കുറിപ്പ് രാഹുൽ പക്ഷത്തെയും ഷാഫി അനുകൂലികളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ച നിയമയുദ്ധം അത് ലക്ഷ്യമിടുന്നത് ഷാഫി പറമ്പിലിനെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ട്. ഷാഫിയുമായി അടുത്ത ബന്ധമുള്ളവരുടെ ഈ നീക്കം രാഹുൽ ക്യാമ്പിനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നിയമപോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരള രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത പോരാട്ടങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.